Hi, welcome to Spicy and Easy. Spicy and Easy ഇന്ന് പഴയ കാലത്ത് നമ്മുടെ പുളി മിഠായിയാണ്. നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പുളി മിഠായി. അപ്പോൾ ഈ പുളി മിഠായി ഇപ്പോൾ കിട്ടുന്ന പുളി മിഠായി കിട്ടാറുണ്ട് പാക്കറ്റിലൊക്കെ ആക്കിയിട്ട്. ആ പുളി മിഠായിയുടെ ടേസ്റ്റ് അല്ല അത്, നമ്മുടെ പഴയ കാലത്തെ ടേസ്റ്റ് തന്നെയാണ്. പഴയ കാലത്തിലെ എരിവ്, പുളി, ഉപ്പ്, മധുരം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പ്രത്യേക തരം ടേസ്റ്റ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള സാധനമാണ് ഈ പുളിമുട്ടായി. അപ്പോൾ പുളി ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ പുളിമുട്ടായി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കാം. ചില കുട്ടികൾക്ക് പുളി ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. ഇപ്പോൾ പുളിമുട്ടായി കിട്ടുന്നത്, നല്ല പുളിമുട്ടായി കിട്ടുന്നത് ചെറിയ ചെറിയ പെട്ടിക്കടകളുണ്ട് നമ്മുടെ സ്കൂളുകളുടെ അടുത്ത്. അപ്പോൾ ഈ സ്കൂളുകളുടെ അടുത്ത് കിട്ടുന്നത്, ഈ സ്കൂളിൻ്റെ അടുത്തുള്ള പെട്ടിക്കടകളിൽ നമ്മുടെ പഴയ കാലത്തെ മുട്ടായൊക്കെ കിട്ടുന്നുണ്ട്. പണ്ടൊരു ഗ്യാസ് മുട്ടായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒരു വെള്ള കളറിൽ. അതൊക്കെ അതൊന്നും ഇപ്പോൾ കിട്ടാറില്ല. അതിന് പകരം ഇപ്പോൾ പോളമൊക്കെ വന്നിരിക്കുന്നത്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുളിമുട്ടായി ഉണ്ടാക്കുന്നത് വളരെ നല്ല എളുപ്പമാണ്, നമുക്ക് നല്ല ടേസ്റ്റിലും കഴിക്കാം. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ്. കമൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻറ്റും. അപ്പോൾ ഞാൻ ഇതിൽ കുറേ പഴയ കാലത്തെ മിഠായികൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു, ബൈ. പുളിമുട്ടായി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അത്ര ടേസ്റ്റുള്ള സാധനമാണ്. പുളി ഇഷ്ടമുള്ളവർ പ്രത്യേകിച്ചും. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് 100 ഗ്രാം പുളി. അപ്പോൾ ഇത് ഏത് പുളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പുളി തന്നെയാണ്. അതിൽ കുറച്ച് ഉപ്പൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഈ പുളിയുടെ സീസൺ ആകുമ്പോൾ പുളി വാങ്ങിച്ചിട്ട് കുരുവൊക്കെ കളഞ്ഞ് ഉപ്പിട്ട് ഭരണിയിലാക്കി വെക്കും. ഒരു കൊല്ലത്തിനൊക്കെ 1-2 കൊല്ലത്തിനൊക്കെ അത് ഉപയോഗിക്കാം. ഇത് കുറച്ച് പഴകിയ പുളിയാണ്. നമ്മൾ 2 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഇത്ര കറുത്ത പുളി. അപ്പോൾ ആ പുളിമുട്ടായിക്കും അതാണ് ഇങ്ങനെ കറുത്ത കളറും, നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൽ 100 ഗ്രാം പുളിയാണ് എടുത്തിരിക്കുന്നത്. ഈ പുളി മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് അരച്ചെടുക്കുന്നത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പുള്ള കാരണം ഞാൻ ഇനി ഉപ്പിടുന്നത് കുറച്ചേ ഇടുന്നുള്ളൂ ഇതിൽ. ഇനി ശർക്കര, 200 ഗ്രാം ശർക്കര എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിക്കുക. ശർക്കര അലിയുന്നവരെ ഒന്ന് തിളക്കട്ടെ. ഈ ശർക്കര അലിഞ്ഞ ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. കാരണം ഇത് ഫുള്ളായിട്ടുള്ള ശർക്കര അല്ലേ. അപ്പം ചിലപ്പോൾ അതിൽ ചെറിയ ചെറിയ കറുത്തതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായി തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കുറുകണ സമയത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിലിപ്പോൾ കറുത്ത സാധനങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലതും. അപ്പോൾ അതൊന്ന് നന്നായി തിളച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇതേ തന്നെ ഒന്നും കൂടെ തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായി തിളച്ചു വന്നാലേ നമുക്കിതൊന്ന് അരിച്ചെടുക്കാൻ ശരിയാവുള്ളൂ. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞ ശേഷം അരിച്ചെടുക്കുക. എന്നിട്ട് അത് ഫുള്ളായി അരിച്ചെടുത്ത ശേഷം വീണ്ടും നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് അത് തിളപ്പിക്കാൻ വിടുകയാണ്. തിളച്ച് നന്നായിട്ട് കൊഴുത്ത് വരുമ്പോൾ മാത്രമാണ് നമ്മളിതിൽ അരച്ചു വെച്ച പുളി ചേർക്കുന്നത്. അല്ലെങ്കിൽ അത് ശരിയാവില്ല. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു തിക്നെസ് കിട്ടില്ല. ഇപ്പോൾ പുളിമുട്ടായിയൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമായിരുന്നു ഇത്. ഇപ്പോൾ കഴിക്കുമ്പോഴും അതേ ടേസ്റ്റ് തന്നെ തോന്നുന്നുണ്ട് ഈ പുളിമുട്ടായി ഉണ്ടാക്കി കഴിക്കുമ്പോൾ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇത് വളരെ ടേസ്റ്റായിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യണം. അതിൻ്റെ ഒപ്പം ഒരു പിഞ്ച് ജീര പൗഡർ, റോസ്റ്റഡ് ജീര പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, അതും ഒരു പിഞ്ച് ഉപ്പാണ് ചേർക്കുന്നത്. നേരത്തെ നമ്മൾ ഉപ്പുള്ള പുളിയായ കാരണമാണ് ഞാൻ ഒരു പിഞ്ച് ഇടുന്നത്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ച പുളിയാണെങ്കിൽ അതിൽ ഉപ്പ് കാണില്ല. അപ്പോൾ നിങ്ങൾ വേണ്ട അത്ര ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കണം. ഈ പഞ്ചസാര ചേർത്തിട്ടില്ലെങ്കിൽ ശർക്കരയുടെ ടേസ്റ്റ് മാത്രം ആവുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നില്ല. ഇത് ആവുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നന്നായി നമുക്ക് നല്ലൊരു പ്രത്യേക തരം ടേസ്റ്റാണ് ഈ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുമ്പോൾ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കി നന്നായിട്ട് ഈ പച്ചമണമൊക്കെ മാറണം. നമ്മുടെ ഈ ശർക്കര പാവ് ഒന്ന് നന്നായിട്ട് കുറുകുകയും വേണം. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക.
കുറച്ച് നേരം എടുക്കുള്ളൂ കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ കുറേ നേരം എടുക്കും തോന്നുന്നുണ്ടാവും, പക്ഷെ വളരെ കുറച്ച് നേരത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തിളയ്ക്കുകയും ചെയ്യും. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് ആ പഴയ കാലത്തെ ടേസ്റ്റ് കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, ഒരിക്കലും ഇത് ഉണ്ടാക്കാതിരിക്കരുത്, പുളിമുട്ടായി പ്രത്യേകിച്ചും. നമ്മൾ ഇത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് പുളി ചേർക്കണം. പുളി ചേർത്തിട്ട് കുറേ അധികം നേരം വഴറ്റണ്ട. ഒന്ന് കുറുകി കഴിയുമ്പോൾ നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ മതി, അത് തനിയെ ഹാർഡായിക്കോളും ഇരുന്നിട്ട്. മുമ്പൊക്കെ പുളി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുളി എടുത്തിട്ട് ആ പുളിയുടെ കവറിൻ്റെ ഉള്ളിൽ വെള്ളമൊഴിച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആ കുട്ടിക്കാലത്തെ ഒരു ഇനി ടാമറിൻ പേസ്റ്റ് ചേർക്കുകയാണ്. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പുളി ഇതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായി കുറുക്കുക. ഇതിൻ്റെ കളറും ഉണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കുറേ പഴകിയ പുളിയാണ് വീട്ടിലെ, ഒരു 2 കൊല്ലമൊക്കെ പഴകിയിട്ടുണ്ടാവും. നമ്മൾ ഇക്കൊല്ലം അടച്ചു വെച്ച പുളി എടുത്തിട്ടില്ല, കഴിഞ്ഞ കൊല്ലത്തെ പുളി തന്നെയാണത്, അതാണ് ഇത്രയും കളർ. ഇങ്ങനെ കറുത്ത പുളിയാണ് എപ്പോഴും ടേസ്റ്റ്. ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനും ഒക്കെ ഈ കളറുള്ള പുളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായി തിളക്കുകയാണ്. തിളച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് അത് വാങ്ങി വെക്കാം. അധിക നേരം ഇളക്കണ്ട, കാരണം അധിക നേരം ഇളക്കുമ്പോൾ കുറച്ച് ഹാർഡായി വരും പുളിമുട്ടായി. അപ്പോൾ അത്ര ഹാർഡാവണ്ട, വളരെ സോഫ്റ്റായിട്ട് എടുക്കണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഇളക്കി അതിൽ വെള്ളം ഒന്ന് വറ്റിന്ന് തോന്നുന്ന സമയത്ത് നമുക്കത് മാറ്റി വെക്കാവുന്നതാണ്. ഇതിപ്പോൾ തിളച്ചു വരികയാണ്. തിളച്ചു വന്ന് നന്നായി ഇളക്കി കൊടുക്കുക, കൈ വിടാതെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഈ ഇളക്കി കൊടുക്കുന്നതിലാണ് ദേഹത്ത് ഇത് തെറിക്കരുത്, കാരണം അത്രയും പെട്ടെന്ന് തിള വരുന്നതാണ്, പുറത്ത് തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ശർക്കരപ്പാവ് അത്രയും നന്നായി തിളയ്ക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാകത്തിൽ നമുക്ക് വാങ്ങി വെച്ചിട്ട് കറക്റ്റായിട്ട് അത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ ഒന്ന് കട്ടിയാവും, നമുക്ക് കയ്യിൽ നിന്ന് ഉരുട്ടാനുള്ള പാകമാവും. അപ്പോൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് ഉരുളയാക്കണം, കറക്റ്റായിട്ട് ഉരുളയാക്കണം, അതാണ് അതിൻ്റെ ഭംഗി കേട്ടോ. ഉരുളയാക്ക്, അല്ലെങ്കിൽ നമ്മളെ പഴയ മുട്ടായി ഇട്ടില്ലേ, ഈ റെക്റ്റാങ്കിൾ ടൈപ്പ് മുട്ടായി, അങ്ങനെ ആക്ക്. അത് ഏതെങ്കിലും ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ. പക്ഷെ ഏറ്റവും ഭംഗി തോന്നിയത് ഈ ഷേപ്പാണ്, നമ്മുടെ റൗണ്ട് ഷേപ്പാണ്, അതാണ് ഏറ്റവും ഭംഗി കാണാനും. അതൊരു കോലിലൊക്കെ കുത്തിയിട്ട് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. അത് ഫീൽ ചെയ്യണം, നിങ്ങൾ തന്നെ അത് ഉണ്ടാക്കി, നമ്മൾ തന്നെ അത് ഉണ്ടാക്കിയിട്ട് പഴയ കാലത്തെ മുട്ടായികളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുമ്പത്തെ നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ. അപ്പം നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ കഴിഞ്ഞുമല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നു എന്നുള്ളതുണ്ടാവും. പിന്നെ നമുക്ക് ആൾക്കാർക്ക് കൊടുക്കുമ്പോഴും നല്ല സന്തോഷം. ഇത് ഒന്ന് തണുത്ത ശേഷം നമുക്കത് ഉരുളയാക്കാവുന്നതാണ്. ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തണുക്കട്ടെ, കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അത് തണുക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് അത് ഉരുട്ടിയെടുക്കാം. ഈ ഉരുളകളാക്കുന്നതാണ് ഭംഗി. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം, ഷേപ്പ് ഏതാ ഇഷ്ടം അതുപോലെ ചെയ്യാം. പക്ഷേ എനിക്ക് ഭംഗി തോന്നിയത് ചെറിയ ചെറിയ ഉരുളകളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. പിന്നെ എനിക്ക് 2-3 ദിവസമായിട്ട് നല്ല ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണമായിരിക്കും ശബ്ദത്തിൽ നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഇപ്രാവശ്യം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഷേപ്പാക്കി ചെറിയ ചെറിയ കോലുണ്ടാവില്ലേ നമ്മുടെ ടൂത്ത് പിക്ക്, അതിൽ കുത്തി വയ്ക്കാം. അത് കുറച്ച് ദിവസം എയർടൈറ്റ് കണ്ടെയ്നറിൽ സുഖമായിരുന്നോളും, ഒരു കേടും ഉണ്ടാവില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കാനും നല്ല രസമുള്ളൊരു സാധനമാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, താങ്ക് യു.